ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ. സദാശിവന്റെ ആരെങ്കിലും ഉണ്ടോ? ഈ ബ്ലഡ് ഒന്ന് ലാബിൽ കൊടുക്കണം കേട്ടോ. എടാ നീ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ടില്ല. പേക്കാവിൽ വാഴുന്ന മൂകാംബികേ ദേവി മുജ്ജന്മ പാപമകറ്റിടണേ. ഭദ്രേ ഭഗവതി പേക്കാവിലമ്മേൻ പേരാളും ദുഃഖമൊഴിച്ചിടണേ. ദേവി വാണി ഭഗവതി വീണ സരസ്വതി വീഴ്ചകളൊക്കെയും തീർത്തിടണേ. പേക്കാവിൽ വാഴുന്ന മൂകാംബികേ ദേവി മുജ്ജന്മ പാപമകറ്റിടണേ. അക്ഷരരൂപിണി അക്ഷയഭാഷിണി അൻപാർന്നടിയനെ കാത്തിടണേ. അജ്ഞത മാറ്റണേ വിജ്ഞാനമേകണേ വിശ്രുത കീർത്തിയും നൽകി. എന്താ മക്കളെ താമസിച്ചേ? അച്ഛന്റെ മോളോട് തന്നെ ചോദിച്ചു നോക്കി എന്താ താമസിച്ചതെന്ന്. അച്ഛാ അച്ഛാ, എന്റെ കണ്ണിൽ എന്തോ കുത്തി അച്ഛാ. എന്ത് പറ്റി? ഒന്ന് നോക്കിയേ. സാരമില്ല മോളെ, എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ. അച്ഛൻ കുളിച്ചില്ല. അത് സാരമില്ല, അച്ഛൻ കുറിയിട്. ഹാ അച്ഛാ, അച്ഛനെ അമ്പലത്തിലെ പോറ്റി തിരക്കിയായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് കുറച്ച് നാളായില്ലേ? ആ ചേട്ടാ, ആ റിമോട്ടിങ് താ ചേട്ടാ. ചേട്ടാ തരാനല്ലേ പറഞ്ഞത്? ഡ്രസ് മാറ്റാ. അമ്മേ, ചേട്ടന്റെ അടുത്ത് റിമോട്ടിങ് തരാൻ പറഞ്ഞേ. ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. ചേട്ടാ, ചേട്ടന്റെ ഫോൺ കൊറേ നേരം കൊണ്ട് അവിടെ കിടന്ന് ബെല്ലടിക്കുന്നു. ഹലോ, ആ പറടാ. അതെയാ, ആ ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ. ആരാടാ ഫോണിൽ? അമലൊക്കെയാണോ? അതെ അച്ഛാ, അവരിങ് എത്താറായി. അതെയോ? ഏട്ടാ, അവരെങ്ങ് എത്താറായോ? അവർ ചുള്ളാളം കഴിഞ്ഞടി. ആഹാ, നിങ്ങൾ എല്ലാരും കൂടെ തമാശ പറഞ്ഞോണ്ടിരിക്കുകയാണോ? ആർക്കെങ്കിലും വന്നെന്ന് സഹായിച്ചൂടെ? അവിടെ നിനക്കെങ്കിലും പോയൊന്ന് സഹായിച്ചു. കാല് വയ്യാത്ത ആളല്ലേ. പോവാ അച്ഛാ ഞാൻ. പിന്നെ കുട്ടികളെല്ലാം വരുന്നുണ്ട്, നീ പോയി എന്തൊക്കെ ഉണ്ടാക്കി വെക്ക്. ഓ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, അവരുടെ കാര്യമില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഓ ഓ ഡി അകത്തോട്ട് കയറുവാ. എന്താണ് പരിപാടി? എന്ത്? ഫോണിൽ എന്തിനാണ് നോക്കുന്നത്? ചേട്ടാ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ ചേട്ടാ. ഇല്ലെന്ന്. തെണീര് ചേട്ടാ, പോണ്ട. തെണീക്കേട്ടാ. ഇല്ലെന്ന്. അത്രക്കായ നിക്ക. തരൂല, നിക്കടാ അവിടെ. തരൂല, നിക്ക. തരൂല. ആതിരേ, നില്ലടി അവിടെ. ഈ പെണ്ണിനെ ഞാൻ അമ്മേ, അമ്മേ. പെണ്ണെ തിളച്ച് വെള്ളമായിരിക്കുന്നേ. ഡി ആ ഫോൺ എടുത്തേ. നില്ലടാ അവിടെ. നീ എങ്കിലും എന്നൊന്ന് സഹായിക്ക്. അമ്മ പറഞ്ഞതാ ശരി, ഏട്ടനെങ്കിലും അമ്മയെ സഹായിക്ക്. അവള് മുങ്ങി അമ്മേ ഓ മുങ്ങി. തന്നെ തന്നെ. ഹായ് ഹായ്. ഹായ് ഹായ്. ഹായ്. സുഖാണോടി? എന്റെ ഡയറി മിൽക്ക് എവിടെ? ഇന്നാ ആ താ ചേട്ടാ. വാ വാ. ആ മക്കളെ, കൊറേ നാളായില്ലേ കണ്ടിട്ട്. ജോലി തിരക്കല്ലേ അച്ഛാ, അതുകൊണ്ടാ. ഡാ. വാടാ വാടാ. അളിയാ അച്ഛാ. അച്ഛാ സുഖാണോ? സുഖം തന്നെ എല്ലാവർക്കും. എടാ അമലെ, ഭയങ്കര വിശപ്പ് കഴിച്ചിട്ട്. നിനക്ക് എപ്പോഴും വിശപ്പ് തന്നെ. എടാ നിങ്ങൾ ഓരോ താമസിക്കുമ്പോൾ ഞാനും വല്ലാതെ പഠിച്ചു. വാ അകത്തോട്ടിരിക്കാൻ വാ. അമ്മ അകത്ത് തകർത്ത പാചകത്തില്ല.
ഇവളിപ്പോഴും അടുക്കളയിലൊന്നും കേറാറില്ലടാ. അങ്ങനെയൊന്നുമില്ല ഏട്ടാ, ഞാനിപ്പോഴും അടുക്കളയിലൊക്കെ കേറാറുണ്ട്. പിന്നെ ഇല്ല അമ്മേ, ഇപ്പൊ നിന്റെ റീൽസ് ഒന്നും കാണാറില്ലല്ലേ? എന്തു പറ്റി? ഇപ്പൊ ഒരുപാട് പഠിക്കാനുണ്ട് ഏട്ടാ, അതുകൊണ്ടാ ഒന്നും എടുക്കാത്തെ. നിന്റെ കണ്ണെന്തോടി റംബൂട്ടാൻ കണക്കിരിക്കുന്നത്? കണ്ണിൽ എന്തോ കുത്തി ഏട്ടാ. എന്തോന്ന്? എന്തോ. എന്റെ സഹായം വല്ലതും? ആ വാടാ വാ, ആ പാത്രം മൊത്തം കഴി വെച്ചാണ്. പാത്രങ്ങളൊന്നും വേണ്ട മോനെ, ഇല വെട്ടിയാ മതി. അവളോട് പറ. നടന്നത് തന്നെ, ഞാനും കൂടെ പോയി വെട്ടാം. വാ. ഇങ്ങടേട്ടാ, ഞാൻ കൊണ്ടുവയ്ക്കാം. ഇതുവരെ കൊണ്ടുവരാമെങ്കിൽ അവിടെ കൊണ്ട് വെക്കാനും അറിയാം. ഓ. പോവണ്ണേ. ശരി. വാ, ഇന്നത്തേക്ക് ആയല്ലേ, ഇവിടെ വന്നിരി. ഇതാട്ടാ, വെള്ളം എടുത്തുകൂടി. ഞാൻ കുടിച്ചോളാം. എടുത്ത് കഴിയടാ. എടാ ഉണ്ടത്തലേ, എടാ നീ എന്താടാ പട്ടിണിയായിരുന്നാടാ? പതുക്കെ തിന്നേട്ടാ. പിന്നല്ലാതെ ഡാളിയ എവിടെ കണ്ണിൽ എന്താണ് പറ്റുന്നുള്ള കാര്യം ഞാൻ വളരെ ചുമ്മാ രഹസ്യമായിട്ട് ചുമ്മാ 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 ഏട്ടാ, ചുമ്മാ. ഡാളിയ എവിടെ റീൽസ് കണ്ടാരാ ഇതുവഴി പോയി. ഇല്ല, ചുമ്മാ അവൻ ഏട്ടാ, ചുമ്മാ. കല്ലാണ്ട് എടുത്ത് വെച്ച് എറിഞ്ഞു കൊടുത്തു. ചുമ്മാ. ഉള്ള കാര്യം എന്താ പറയുമ്പോ ഏട്ടാ, എന്തോന്നു? എന്തിനാ കള്ളം സഹിക്കണതിനൊക്കെ ഒരു പറയണെ? പരിധിയില്ലേ എളിയാ? പിന്നല്ലാതെ. നീ അതൊക്കെ തിന്നി. ഷോ, ഇനിയെങ്കിലും അതൊന്ന് നിർത്തി വെച്ചൂടേടാ. ഓക്കേ മാം. അല്ലമ്മ, അമ്മ പ്രായം കൂടുന്നതോറും ചെറുപ്പമായി വരികയാണല്ലോ. ഓ, അമ്മയ്ക്ക് അങ്ങ് സൂചിച്ചല്ലേ. ഈ താടിയും മുടിയൊക്കെ വെട്ടിയാ മതി, അപ്പൊ ശരിയായിക്കോളും. അങ്ങോട്ട് മാറിയിരിക്കടാ തടിയാ. ചേട്ടാ ചേട്ടാ, ചേട്ടൻ താടി മുടിയൊന്നും വെട്ടണ്ട ഏട്ടാ. എന്റെ സ്കൂളിലെ പിള്ളേരെല്ലാം ചേട്ടന്റെ ഫാൻസാ. നിനക്കങ്ങ് സൂചിച്ചല്ലേടാ. പിന്നല്ല, ചേട്ടൻ ലുക്കല്ലേ. കേട്ടാടാ, എടാ കേട്ടാ. അല്ല, ഞാൻ തള്ളിയൊന്നുമില്ല, serious ആയിട്ട് ചേട്ടൻ. പിന്നെ ഡേയ്, 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 എനിക്ക് വെഞ്ഞാറമുട്ടിൽ ആരാധകരുണ്ട്, ആരാധകര്. നിനക്കറിയാമോടാ? അതും ലേഡീസ്. നിന്റെ ഈ മത്തങ്ങ തലയും കൊണ്ട് ഇങ്ങനെ നടക്കണ ഞാനിരിക്കുന്നത്. അയ്യോ യോയോ എന്ത് നീ പറയുന്നു. ആരടി ഒന്ന്? അത് അപ്പുറത്തെ ചന്ദ്രേട്ടനാണെന്ന് തോന്നുന്നു. ഏത് ചന്ദ്രൻ? ആകാശത്തിൽ ആ, ചന്ദ്രൻ. എനിക്കറിഞ്ഞൂടാ. ചേട്ടന് ഞാൻ എന്റെ റീൽസ് കാണിച്ചു തരാം. എന്റെ പൊന്നപ്പി, നീ അവനെ കാണിച്ചോളൂ, എനിക്ക് കാണിച്ചു തരല്ലേ? അയ്യോ എനിക്ക് വേണ്ട. എന്താളിയാ? ഒന്നുമില്ലടാ. നീ തീറ്റി നിർത്തൂലടാ അനിയ. ഇത് തിന്നാനല്ലേ കൊണ്ടുവന്നത്? എന്താടാ നിങ്ങൾ തമ്മിൽ രഹസ്യം? ഒന്നുമില്ല, നമുക്കൊന്നൊരു സ്ഥലം വരെ പോണോടാ. നമ്മളെ പഴയ പാലമില്ലേ, അതുവരെ ഒന്ന് പോണം. എന്തിന്? ഒരാവശ്യമുണ്ട്. വാതിലെല്ലാം തുറന്നിട്ടിട്ട് ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയാന്തോ? അമലിന്റെയൊക്കെ ബൈക്കല്ലേ ചായിരിക്കുന്നേ? ആ അത് തന്നെ. വല്യച്ഛാ, മോളെ ചേച്ചി ഇങ്ങോട്ട് തന്നെ വന്നതാണോ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? എനിക്ക് ഇങ്ങോട്ട് വരെ സമയം കാലൊക്കെ ആ, നോക്കണം. ഇല്ല അച്ഛൻ എപ്പോഴും കിടപ്പന്നെടി. ഇല്ല, ഇപ്പൊ കിടന്നതേ ഉള്ളൂ. അമ്മ എവിടെയടി? അമ്മ അകത്തുണ്ട് ചേച്ചി. ഡാ മുടിയാ, നീ എപ്പോഴും നടാ? ഞാൻ ഒരു അരമണിക്കൂർ. വല്യച്ചപ്പ എത്തി. ഞാൻ കുറച്ചു നേരമായി. നിനക്കെന്തടാ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല വല്യച്ച. ഡേയ്, വിനയം വിളിക്കാറുണ്ടാ? വിളിക്കാറുണ്ടെന്നാ? 24 മണിക്കൂർ വീഡിയോ കോള്. വിളിക്കാറുണ്ട് കേട്ടാ, അച്ഛൻ പറയണ അത്രയ്ക്കൊന്നുമില്ല. അയ്യടി, വല്യച്ഛൻ പറഞ്ഞതാ നേരെ. ഫുൾ ടൈം വിളിയല്ലേ. ഒന്ന് പോടി. ഇപ്പോഴത്തെ പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ. എങ്ങനെ? അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. നീയെങ്കിലും എന്നെ ഒരു വീഡിയോ കോള് വിളിക്കണേ മക്കളെ. വിളിക്കാം. നമ്പർ തരണേ. നമ്പർ നിന്റെ ഇല്ലേ? ഉണ്ടോ? പഴയ നമ്പർ തന്നെ. ഓ അത് തന്നെ. അപ്പൊ ഞാൻ വിളിക്കാം. ഓ, അവൻ അയക്കണ പൈസ മൊത്തം എവക്ക് ലിഫ്റ്റിക്ക് വാങ്ങിക്കാനേ തികയുള്ളു. ഒന്ന് പോവച്ചാ. വല്യച്ഛന്റെ മോളെന്തൊരു ലിഫ്റ്റിക്കാ തിന്നണത്? ഇവന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. ഇതുവരെ ഒരു പണിയായിട്ടില്ല അവന്. എല്ലാം ശരിയാവും വല്യച്ഛ. ചേട്ടാ, ഇരിയച്ച. എന്താ നിന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല ചേട്ടാ, ഒരു വല്ലായ്മ. ദാ ചേട്ടാ ചായ. കാലെങ്ങനെ ഉണ്ട്? കുറവുണ്ട്, കുഴപ്പമില്ല. ഇന്നലെ ചന്തയിൽ പോയിട്ട് വന്നപ്പം ദാമോദരം പോറ്റി വീട് വരെ ഒന്ന് കയറി. ആ ചേട്ടാ, മോന്റെ കാര്യം വല്ലതും പറഞ്ഞോ? മിഥുന് 28 കഴിഞ്ഞാൽ നല്ല സമയെന്നാ അയാള് പറഞ്ഞത്. മിഥുന് 28 എന്ന് പറയുമ്പോ ജൂലൈ 12 അല്ലേ? അവനിപ്പോ നല്ല സമയാ. എടി, ഇത് നീ കളിച്ച ഡാൻസ് അല്ലേടി? ഓ, ഞാൻ കളിച്ച ഡാൻസ് തന്നെ. എടി, ഒരു 4 സ്റ്റെപ്പ് കളിക്കടി. ഇല്ല, ഞാൻ കളിക്കൂല. ഒന്ന് കളിക്കടി. ഇല്ല, ഞാൻ കളിക്കൂല. 4 സ്റ്റെപ്പല്ലേ ഉള്ളു, മക്കളൊന്ന് കളിയടി. സാരമില്ല മോളെ, മോള് കളിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഡാൻസ് കളിക്കാം. ഇങ്ങൊന്നാണ്ടാ, ഇവിടെയൊക്കെ സെറ്റ് ചെയ്യണം, വാടാ.
തുളസിക്കതിൽ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിൽ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിൽ നുള്ളിയെടുത്ത് കണ്ണ 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 കണ്ണ. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. ആനന്ദം പരവേശം. കണ്ണാ നീ ആടിയ ലീലകൾ കണ്ണാ 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 നീ ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ. ഒന്നൂടി ആടൂലേ. കണ്ണാ അച്ഛാ കണ്ണാ. എന്തു പറ്റി മോളെ? ഒന്നുമില്ല. എന്താടാ? സാരമില്ല മോളെ. ഏയ്, ടാറ്റ. ഓക്കെ എടാ ടാറ്റ. നീ പാടാളി വരുന്നതാ എടി ഇപ്പൊ വരാവേ. ഓ ശരി ഏട്ടാ. ഇവിടെ കേറടേ. യവനെ കൊണ്ട് ഇവിടുത്തെ പോവാൻ മമ്മൂട്ടി നല്ല വിചാരം. ടാറ്റാ. ചേച്ചി വാ. നിനക്കെന്താടാ ഇത്ര ടെൻഷൻ? നീ എന്തായാലും ടെസ്റ്റ് എഴുതി നിൽക്കുമല്ലേ, ഇപ്രാവശ്യം നിനക്ക് ജോലി കിട്ടും. എൻ്റെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾ വല്ലടാ പറയാറ്. നിങ്ങൾക്കറിയില്ലേ വീട്ടിലെ അവസ്ഥ. അനിയത്തിൻ്റെ പഠിത്തം, അച്ഛൻ്റെ ആശുപത്രി ചിലവ് താങ്ങണ്ടേടാ. ഇന്നെന്താടാ വീട്ടിൽ നടന്നത്? ഒന്നുമില്ലടാ. ഡേയ് നീ എൻ്റെ മുഖത്തോയി സംസാരിച്ചാണ് ഒന്നുമില്ലെന്നുള്ള കാര്യം. നീ ഒന്നും പറയണ്ട, ഞാൻ കണ്ടതാണല്ലോ ഒന്നൊരുത്തൻ നിന്റെ വീട്ടിൽ വന്നിട്ട് പോകുന്നത്. ഇനി നീ ഒന്ന് ഒളിക്കാൻ ശ്രമിക്കണ്ട. എന്താ സംഭവിച്ചത്? പറടാ. അത് പറ. അത് ഞാൻ പറയാടാ. അന്ന് ആധാരം കൊണ്ടൊന്ന് പൈസ മാറ്റോണ്ട് പോയതാ. പിന്നെ ഒരൊറ്റ നാളെ ഞാൻ ഇവിടെ കയറി അടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. മനസ്സിലായടാ എനക്ക്? ചന്ദ്രൻ ചേട്ടാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നു തീർത്തോളാം. ചന്ദ്ര, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. മോന്റെ കൂട്ടുകാരൊക്കെ അകത്ത് വന്നിരിക്കുക. ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നു തീർത്തോളാം. 2 ദിവസം 2. ഇനി എന്നെ അങ്ങോട്ട് വരച്ചരുത്. യാതാരം നീ അങ്ങ് മറന്നേരേ. അച്ഛാ, അച്ഛൻ എന്തെങ്കിലും പറ അച്ഛാ. ഒന്നുമില്ലടാ, നീ അകത്ത് അമ്മ? പൊയ്ക്കോ. മോ അകത്ത് പൊക്കോ, കുഴപ്പമൊന്നുമില്ലടാ. മോൻ പൊക്കോ. ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാരമില്ലടി, എനിക്കൊന്നുമില്ല. എനിക്കൊന്ന് കിടക്കണം. ഡാ ഇത്ര സംഭവം വീട്ടിൽ നടന്നിട്ടാടാ നീ ഞങ്ങളെ അറിയിക്കാത്തത്? അതല്ലടാ. ഏതല്ലെന്ന്? നമ്മളെന്താ അന്യരാ? അവിടെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നത്. ഇതൊക്കെ കൈയോടെ തീർക്കണം. അവനെ വണ്ടിയെടു. വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കലടാ. അയ്യടാ. നീ ഫോൺ എടുത്തില്ലടാ? അമ്മയാ വിളിക്കുന്നത്. ഇല്ല. ഹലോ, ആ പറയമ്മ. ആ ഉണ്ട്, കൊടുക്കാം. എന്നാ ഹലോ, ആ പറയാമേ. ഞാൻ ഇപ്പൊ വരാമേ. എന്താടാ? വീട്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടാ. എന്തു പറ്റി? അച്ഛനൊരു നെഞ്ചു വേദന. പോവാ. വാ വാ. ഡാ ആ ചാവ ഇങ്ങറാ. ഡാ
നിങ്ങൾ അവനെ കൊണ്ട് വീട്ടിൽ പോക്കോ, ഞങ്ങൾ വന്നേക്കാം. അച്ഛാ എന്തു പറ്റിയച്ചാ? നീ വണ്ടി വിളിച്ചാ മോനെ? വണ്ടി ഇപ്പൊ വരും. ഒന്നുമില്ല അച്ഛാ ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ല അച്ഛാ, പേടിക്കണ്ട കേട്ടോ. ഒന്നുമില്ലടാ, പതുക്കെ എണീരടാ മോനെ. അവിടെ വെയിറ്റ് ചെയ്താ മതി. BP നോർമലാണ് ഡോക്ടർ. ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ബാക്കിയെല്ലാം നോർമലാണ്. ബാക്കിയെല്ലാം ഓക്കെ. ശരി ഡോക്ടർ. എന്താ ഡോക്ടർ അച്ഛനോ? കയറി കണ്ടോളൂ. അച്ഛാ നോക്കച്ഛാ. അച്ഛാ അച്ഛാ നോക്കച്ഛാ. അച്ഛാ അച്ഛാ നമ്മുടെ വീടിന്റെ ആധാരം കിട്ടിയച്ച നോക്കച്ച. അച്ഛാ പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക്, പെട്ടെന്ന്. ഡോക്ടറെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അറിയാലോ, ഈശ്വരൻ്റെ കയ്യിലാണ്. നിങ്ങൾ ഇത് എവിടെ പോവാ? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ? അവരിങ്ങോട്ടല്ലേ വരുന്നത്? വെപ്രാളം കാണിക്കണ്ട, പതുക്കെ ഇറക്കിയാ മതി. പതുക്കെ അച്ഛാ, പതുക്കെ ഇറങ്ങ അച്ഛാ. ചേട്ടാ പതുക്കെ. എത്ര ചേട്ടാ? ശരത്തേ, നിനക്കൊരു രജിസ്റ്റേർഡ് കത്തുണ്ട്, നോക്കിയേ. ദാ ഇവിടെ ഒരു ഒപ്പിട്. അച്ഛാ എനിക്ക് ജോലി കിട്ടിയച്ചാ. വലിയച്ചാ അമ്മ. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, ആ സംഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഈ ആധാരം ഇവരുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി മാറട്ടെ. ഇവരുടെ ജീവിതം ഇവിടെ തുടങ്ങുന്നു.